എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇന്നലെ ജൂൺ 26-ാം തീയതി IRCC അനൗൺസ് ചെയ്ത IRCCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയേണ്ട, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം ഈ PR അപ്രൂവ് ചെയ്ത ആൾക്കാരെ കൂടി IRCC ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ഇട്ടിട്ടുണ്ട്. അതായത് കറക്റ്റായിട്ടാണോ ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ളത്, വർക്ക് എക്സ്പീരിയൻസ് കറക്റ്റ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഇന്നലെ IRCC അനൗൺസ് ചെയ്തൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ടെമ്പററി ഫോറിൻ വർക്കർ കംപ്ലൈൻസ് റെജീം എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഡോക്യുമെന്റ്സ് IRCC അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഈ ടെമ്പററി ഫോറിൻ വർക്കേഴ്സിൽ ഇവിടെ വരുന്ന ആൾക്കാർക്ക് പല പല പ്രശ്നങ്ങളുണ്ട്. അതായത് പല ആൾക്കാരും പറ്റിക്കപ്പെടുന്നുണ്ട്, പല ആൾക്കാരും ഒരുപാട് കാശുകളൊക്കെ നഷ്ടമാവുന്നുണ്ട്. അപ്പം ഇന്നലെ IRCC അനൗൺസ് ചെയ്ത ഒരു ഡോക്യുമെന്റ്സിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നുണ്ട്. അതെന്തായാലും നമുക്കൊരു ഗുണം ഉള്ളൊരു കാര്യമാണ്. അതായത് നമുക്ക് ഒരു എന്താ പറയുക, നമ്മളെ ആൾക്കാർ പറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുമുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഗുഡ് ന്യൂസ് ആയിട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഒരു ഹോപ്പാണ് ഫ്യൂച്ചറിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കാം എന്നുള്ളത്. എന്താണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. നിങ്ങളുടെ അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ESDC എന്ന് പറയുന്നത് അത് IRCC നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഈ ESDC ആണ് LMIA വിസാസുകളൊക്കെ അപ്രൂവ് ചെയ്യുന്നത്. അപ്പം എന്താണ് ഇതിൻ്റെ ഓവറോൾ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ LMIA വിസ, അതായത് ഇവിടെ നിന്ന് ഒരു LMIA വിസ കിട്ടണമെങ്കിൽ ഇവിടെ ഒരു കമ്പനി 4 ആഴ്ചയിൽ കൂടുതൽ ഒരു പർട്ടിക്കുലർ ജോബ് പോർട്ടലിൽ ജോബ് പോസ്റ്റ് ചെയ്യണം. അതായത് ഇങ്ങനെ ആളിന് ആവശ്യമുണ്ട്, ഇത്ര ക്വാളിഫിക്കേഷൻസ് വേണം, ഇത്ര എക്സ്പീരിയൻസ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടും. അപ്പം ഇതിനേക്കാളും കൂടുതൽ 4 ആഴ്ചയിൽ കൂടുതൽ ആരും വന്നില്ല എങ്കിലും ഈ ഒരു പർട്ടിക്കുലർ കമ്പനിക്ക് ESDCനെ അപ്രോച്ച് ചെയ്ത് അവർക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഇങ്ങനെ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടും ആരെയും ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ESDC അതെന്ത് ചെയ്യും, വെരിഫൈ ചെയ്യും. ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ അല്ലയോ ഉള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ESDC വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്തിട്ട് അത് ട്രൂത്ത്ഫുൾ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ESDC LMIA ഇഷ്യൂ ചെയ്യും. അതായത് നിങ്ങൾക്ക് ഇവിടെ ആരുമില്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് ആളിനെ എടുക്കാം ഉള്ളൊരു അപ്രൂവൽ പോലെ. അപ്പം അത് ഇനിയാണ് ബാക്കിയുള്ള കാര്യം. നമ്മൾ പൊതുവേ LMI എന്ന് പറയുന്നത് ഒരുപാട് കാശ് കൊടുത്തിട്ടാണ് മേടിക്കുന്നത്, കമ്പനീസിൽ നിന്ന് മേടിക്കുന്നത്, എംപ്ലോയറിൻ്റെ അടുത്തു നിന്ന് മേടിക്കുന്നത്. പക്ഷേ ഈ ESDCയിലെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് പറയുമോ, ഈ എംപ്ലോയർ ആണ് നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അതായത് ഇത്രത്തോളം ചില ആൾക്കാരും 10, 25, 30 ലക്ഷം രൂപ കൊടുത്തിട്ട് LMI വിസ മേടിക്കുന്നുണ്ട്. പക്ഷേ എംപ്ലോയർ ആണ് ഈ എക്സ്പെൻസ് എല്ലാം ക്യാരി ചെയ്യേണ്ടത്. അങ്ങനെ LMI ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് പെർമിറ്റിന് സബ്മിറ്റ് ചെയ്യില്ല. നമ്മുടെ കയ്യിൽ LMI കിട്ടി, അപ്പോൾ നമുക്കിവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്ക് പെർമിറ്റ് വേണം എന്നുള്ള ആ ഒരു വർക്ക് പെർമിറ്റിൻ്റെ ഫീസ്, അതിൻ്റെ ചിലവ് മാത്രമാണ് നമ്മുടെ എംപ്ലോയർ, അതായത് നമ്മൾ ഈ ജോലിക്ക് വരുന്ന ആൾ എടുക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ഒരുപാട് ലക്ഷങ്ങളാണ് മുടക്കുന്നത് LMIക്ക് വേണ്ടി. അപ്പം അവർ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം, അബ്യൂസ് ചെയ്യണം. അപ്പോൾ ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഇതിനെതിരെ കിട്ടിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ ആൾക്കാരെ അബ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞ മാതിരി ചിലത് ക്ലോസ്ഡ് വർക്ക് പെർമിറ്റിൽ വരുമ്പോഴത്തേനും ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും പറഞ്ഞ അത്രയും ശമ്പളം കാണത്തില്ല, വേറെ എങ്ങും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, പറഞ്ഞ അത്ര അവർ കൊടുക്കുന്നില്ല, അങ്ങനെ ഒരുപാട് അബ്യൂസുകൾ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ സ്റ്റുഡൻറ്റ് വിസയും ഈ ഒരു PR മാത്രം ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടിട്ടാണ് നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാത്തത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരുപാട് അബ്യൂസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഈ ESDCക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഓൾറെഡി ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഈ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ആയതിനു ശേഷം അവർ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ പറഞ്ഞ കമ്പനീസിൽ പോകാം, അവിടെയുള്ള എംപ്ലോയീസിൻ്റെ അടുത്ത് സംസാരിക്കാം, സൂപ്പർവൈസേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കാം. അതിനുശേഷം നിങ്ങൾ IRCCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 89 പേജ് ഉള്ള ഒരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഇവരെന്താ ചെയ്തതെന്നറിയോ, ചില കമ്പനീസിന് പെനാൽറ്റി കൊടുത്തിട്ടുണ്ട്. അതായത് പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് പറഞ്ഞ സൗകര്യങ്ങൾ കൊടുക്കണില്ല, ഒരുപാട് കാശുകൾ മേടിച്ചു എന്ന് പറഞ്ഞിട്ട് കുറേ കമ്പനീസിന് പെനാൽറ്റി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ചില കമ്പനീസിൻ്റെ ഈ ഒരു LMI പ്രൊവൈഡ് ചെയ്യാനുള്ള ആ ഒരു അതോറിറ്റി ഉണ്ടല്ലോ, അതുവരെ ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. ഇനി അവർ ഇത്ര വർഷം കഴിഞ്ഞാൽ മാത്രമേ അവർ ഈ LMI പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എലിജിബിൾ ആവത്തുള്ളൂ. ഞാൻ റാൻഡമായിട്ട് 89 പേജിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ഒറ്റയെടുക്കും. അത് കുറേ കമ്പനീസിൻ്റെ പേരുകളാണ്, അതായത് സെപ്പറേറ്റ് കോളമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എലിജിബിലിറ്റി 2029 കിടക്കുന്നുണ്ട്. അതായത് ആ കമ്പനിക്കും 2029 വരെ ഒന്നും ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല.
അപ്പം 2023 ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 2024 വരെ ഉള്ള കേസ് ഫയൽ ചെയ്ത കേസുകളൊക്കെ ഇവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ആക്ഷൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനിയും ബാക്കിയുള്ള കേസ് ഇൻവെസ്റ്റിഗേഷന് വരുന്നുണ്ട്. അപ്പം പിന്നെ അതിനുശേഷം നിങ്ങൾ അതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ടെമ്പററി ഫോറിൻ അബ്യൂസ് പോർട്ടലും കൂടി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ പല രീതിയിലുള്ള അബ്യൂസ് നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് വാങ്ങിയിട്ട് വേണ്ടത്ര സൗകര്യങ്ങൾ, അതായത് ചില LMI നിങ്ങൾക്കറിയോ, ഇപ്പം നമ്മൾ ലക്ഷങ്ങൾ കൊടുക്കും. ഓൾറെഡി നമ്മൾ ഒരുപാട് ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പം 40-45 ലക്ഷം രൂപയും കൊടുത്തിട്ട് ഇവിടെ നമ്മൾ PR ഉൾപ്പെടെ എല്ലാം സെറ്റാക്കാന്ന് പറയും. ചിലപ്പോൾ ഇവിടെ വരുമ്പോഴത്തേന് അങ്ങനെ ഒരു കമ്പനി പോലും കാണത്തില്ല. അങ്ങനെയുള്ള ഒരുപാട് കേസുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അബ്യൂസ് പോർട്ടലിൽ പോയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ജസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മൾ എന്താണ് സംഭവം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തതിന് ശേഷം അതിനകത്ത് കോൺടാക്ട് ഡീറ്റെയിൽസും അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ നമ്മുടെ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ഓവറോൾ നിങ്ങളുടെ ഒരു കാര്യം പറയാണ്, നമ്മളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണ് ഇങ്ങനെ ഒരു ഫ്രോഡിൽ ചെന്ന് പെടാതിരിക്കുക എന്നുള്ളത്. പക്ഷേ ഇപ്പം ഒരുപാട് കേസുകൾ കൂടി വരുന്നത് കൊണ്ടിട്ട് ഗവൺമെൻറ് ഇതിനെതിരെ ആക്ഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം പറ്റിക്കപ്പെടുന്ന ആൾക്കാരെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. പിന്നെ ആൾക്കാർ കംപ്ലയിൻസ് കൊടുക്കുന്നതും കൂടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടിട്ടാണ് ഈ ഒരു ESDC ഇങ്ങനെയൊക്കെ ഉള്ള പ്രപ്പോസൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ഇന്നലെ ജൂൺ 26 ഈ ഒരു പ്രപ്പോസൽ വന്നത്. ഇത് ഭയങ്കര ഒരു ഗുഡ് ന്യൂസ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെയുള്ള ആക്ച്വൽ സിറ്റുവേഷൻസ് അറിയത്തില്ല. നമുക്ക് ജെനുവിനിറ്റി അത്രത്തോളം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അങ്ങറ്റം വരെ നടക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയുടെ കാര്യമാണെങ്കിലും PR-ൻ്റെ കാര്യമാണെങ്കിലും ഈ ഒരു LMIയുടെ കാര്യമാണെങ്കിലും തട്ടിപ്പുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. നമുക്ക് ജെനുവിനിറ്റി ചെക്ക് ചെയ്യാൻ അത്രത്തോളം പറ്റത്തില്ല. അപ്പം ഇങ്ങനെ ഉള്ള ഈ ഒരു ഇൻട്രൊഡക്ഷൻ, അതായത് ഇങ്ങനെ ഉള്ള പ്രപ്പോസൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. അപ്പോൾ എന്തായാലും ഇത് ഭയങ്കര ഒരു ഗുഡ് ന്യൂസ് ആണ്. ആൾക്കാർ ഇത് വെച്ചിട്ട് പറ്റിക്കപ്പെടുന്നതും പിന്നെ കുറേ ഫ്രോഡ് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഒന്ന് പേടിക്കും. കാരണം ഇങ്ങനെയുള്ള കമ്പനീസിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യുകയും അവർക്ക് ഇന്നെലിജിബിൾ പർട്ടിക്കുലർ ഇയേഴ്സിലേക്ക് ഇന്നെലിജിബിൾ ആക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് ആൾക്കാർ കുറച്ചൊന്ന് പേടിക്കും ഇങ്ങനെയുള്ള ഫേക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അറിയാമോ, ആരെങ്കിലും ഫ്രോഡായിട്ട് കാശൊക്കെ നഷ്ടപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാമോ, അതും കൂടി മെൻഷൻ ചെയ്യുക. കാരണം ബാക്കിയുള്ള ആൾക്കാർ യൂസ്ഫുൾ ആവുമല്ലോ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ കാണാം. അതുവരെ ബൈ.